ആർ.എം. ബ്ലോഗ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് പേര് ആകാംക്ഷയോടെ കാത്തിരുന്ന് കേട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കേട്ടിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, കേട്ടിട്ട് റീവാലുവേഷൻ ഓപ്ഷൻ ഉണ്ടോ, കേട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്, എന്താണ് കേട്ടിട്ട് വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ഹാജരാക്കേണ്ടത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഈ വീഡിയോയ്ക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വിദ്യാഭ്യാസ വാർത്തകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ കേട്ടിട്ട് റീവാലുവേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. കേട്ടിട്ട് കമ്പ്യൂട്ടർ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വാല്യുവേഷൻ ആയതുകൊണ്ട് തന്നെ പുനർമൂല്യനിർണ്ണയത്തിനോ അല്ലെങ്കിൽ ഉത്തരക്കടലാസുകൾ പുനഃപരിശോധിക്കുകയോ ചെയ്യുന്നതല്ല. കേട്ടിട്ട് നോട്ടിഫിക്കേഷനകത്ത് തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗമാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ഭാഗം വായിച്ചു നോക്കുക. എന്നിട്ടും ക്ലിയർ ആവുന്നില്ലെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മറുപടി നൽകുന്നതായിരിക്കും. കേട്ടിട്ട് റെക്ടിഫൈഡ് ആൻസർ കീ പ്രകാരമാണ് ഫൈനൽ വാല്യുവേഷൻ നടക്കുക. അഥവാ നിങ്ങൾക്ക് കേട്ട റെക്ടിഫൈഡ് ആൻസർ കീയിലും തെറ്റുകൾ ഉണ്ടെന്ന് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ കേസിന് പോകാൻ കഴിയും. നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നാൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടുകയും ചെയ്യും. അഥവാ നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ കേട്ടിട്ട് കിട്ടിയില്ല എന്ന് കരുതി ആരും നിരാശരാകണ്ട. ഇപ്പോൾ തന്നെ അടുത്ത കേട്ടിന് വേണ്ടിയിട്ടുള്ള പഠനം തുടരുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും കേട്ടിട്ട് കിട്ടിയിരിക്കും. പലരും പരീക്ഷയോട് ഒരു മാസം മുന്നേ അല്ലെങ്കിൽ 1.5 മാസം മുന്നേ ഒക്കെയാണ് പഠിത്തം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് കിട്ടാതെയാവുന്നത്. ഇപ്പോഴേ കൃത്യമായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അടുത്ത കേട്ടിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. നമ്മുടെ കേട്ടിട്ട് ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പുകളുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ കമന്റ് ബോക്സിനകത്ത് കൊടുക്കാം. നമുക്ക് കേട്ടിട്ട് പാസ്സായവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് കേട്ടിട്ട് വെരിഫിക്കേഷൻ എവിടെ വെച്ചാണ് നടക്കുന്നത്, കേട്ടിട്ട് വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചർച്ച ചെയ്യാം. നമുക്കറിയാം, കേട്ടിട്ട് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽ ഹാജരാക്കാനോ അല്ലെങ്കിൽ ഒറിജിനൽ അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി അപ്ലോഡ് ചെയ്യാനോ പറയുന്നില്ല. നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ രജിസ്റ്റർ നമ്പർ അതേപോലെ മറ്റ് വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത കാര്യങ്ങൾ കൃത്യമാണോ അല്ലെങ്കിൽ നിശ്ചിത യോഗ്യത ഇല്ലാതെയാണോ നമ്മൾ പരീക്ഷ എഴുതിയത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടിട്ട് വെരിഫിക്കേഷൻ നടത്തുന്നത്. അതായത് നമ്മൾ കേട്ടിട്ട് പരീക്ഷ എഴുതണമെങ്കിൽ BEd അല്ലെങ്കിൽ DLEd തുടങ്ങിയ അധ്യാപക യോഗ്യതാ കോഴ്സുകൾ കഴിയണം. എന്നാൽ ചില കുട്ടികൾക്ക് കേട്ടിട്ട് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവില്ല. അങ്ങനെയുള്ള കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞിട്ടൊക്കെ കേട്ടിട്ട് പരീക്ഷ എഴുതാറുണ്ട്. കേട്ടിട്ട് പരീക്ഷ എഴുതുന്നതിന് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അങ്ങനെ എഴുതുന്ന കുട്ടികൾക്ക് കേട്ടിട്ട് വെരിഫിക്കേഷൻ സമയത്ത് സർട്ടിഫിക്കറ്റ് റിജക്റ്റ് ആവുകയാണ് ചെയ്യുക. അവർക്ക് കേട്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കില്ല. ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടിട്ട് വെരിഫിക്കേഷൻ നടത്തുന്നത്. കേട്ടിട്ട് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങളുടെ എല്ലാ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ വെരിഫിക്കേഷൻ അവർ കംപ്ലീറ്റ് ആക്കി തരുള്ളൂ. ഈ ഡിഗ്രിയുടെ കാര്യത്തിൽ ചില എക്സെപ്ഷണൽ കേസുകളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് എവിടെ വെച്ചാണ് കേട്ടിട്ട് വെരിഫിക്കേഷൻ നടക്കുന്നത്, അതേപോലെ കേട്ടിട്ട് വെരിഫിക്കേഷൻ സമയത്ത് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാം. കേട്ടിട്ട് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ഏത് വിദ്യാഭ്യാസ ജില്ലയിലാണോ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ആ വിദ്യാഭ്യാസ ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിൽ നിന്നോ ആണ് വെരിഫിക്കേഷൻ ഉണ്ടാവുക. കേട്ടിട്ട് വെരിഫിക്കേഷൻ നടക്കുന്ന തീയതി, സമയം, സ്ഥലം എന്നിവ പത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റ് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെയോ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതേപോലെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലകത്തും വാട്സാപ്പ് ചാനലിനകത്തും കൃത്യമായിട്ട് അപ്ഡേഷൻ വരുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. അടുത്ത ആഴ്ച മുതൽ കൃത്യമായിട്ട് നിങ്ങൾ പത്രങ്ങൾ അതേപോലെ മറ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകൾ പരിശോധിക്കുക. ഇനി നമുക്ക് വീഡിയോയുടെ അവസാന സെക്ഷനിലേക്ക് കടക്കാം. കേട്ടിട്ട് വെരിഫിക്കേഷൻ സമയത്ത് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ഹാജരാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. കേട്ടിട്ട് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 എന്നിങ്ങനെ 4 കാറ്റഗറികളായിട്ടാണ് കേട്ടിട്ട് എക്സാം നടക്കുന്നത്. കേട്ടിട്ട് കാറ്റഗറി 1 വെരിഫിക്കേഷൻ സമയത്ത് SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, DLEd ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, DLEd 4 സെമസ്റ്ററിൻ്റെയും ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്, SSLC ബുക്കിനകത്ത് കൃത്യമായിട്ട് ജാതി രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. SC/ST കാറ്റഗറി ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, OBC കാറ്റഗറി ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കാം. ഇവ കൂടാതെ കേട്ടിട്ട് എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ച ഒറിജിനൽ ഹാൾ ടിക്കറ്റ് നമ്മൾ ഹാജരാക്കണം. അതേപോലെ കേട്ടിട്ട് റിസൾട്ട് പ്രിൻ്റ് ഔട്ട് നമ്മൾ അവിടെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടത്. നമുക്കൊന്നും കൂടെ നോക്കാം. SSLC ബുക്ക്,
+2 സർട്ടിഫിക്കറ്റ്, DLED സർട്ടിഫിക്കറ്റ്, DLED 4 സെമസ്റ്ററിൻ്റെയും മാർക്ക് ലിസ്റ്റ്, അതേപോലെ കേട്ടറ്റ് ഹോൾ ടിക്കറ്റ്. ഇത്രയും കാര്യങ്ങളുടെ ഒറിജിനലാണ് നമ്മൾ നിർബന്ധമായിട്ടും അവിടെ ഹാജരാക്കേണ്ടത്. അതുകൂടാതെ കേട്ടറ്റ് റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മളവിടെ ഹാജരാക്കണം. കാറ്റഗറി 2ൻ്റെ കേസിലും ഒരേ സർട്ടിഫിക്കറ്റുകൾ തന്നെയാണ് വരുന്നത്. ഇവ കൂടാതെ ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റ് എന്നിവ കൂടെ നമ്മൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ കൂടെ ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റ് എന്നിവ നിങ്ങൾ ഹാജരാക്കണം. കാറ്റഗറി 3യുടെ കേസിൽ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ എല്ലാ സർട്ടിഫിക്കറ്റുകളും വേണം. അവിടെ DLED സർട്ടിഫിക്കറ്റുകൾ മാറി BEd സർട്ടിഫിക്കറ്റ് വരും. BEd ആയതുകൊണ്ട് തന്നെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും അതിൻ്റെ മാർക്ക് ലിസ്റ്റും കൂടെ നമ്മളിവിടെ ഹാജരാക്കണം. കാറ്റഗറി 4ൻ്റെ കേസിൽ നിരവധി യോഗ്യതകളുള്ളവരുണ്ടാവും. അതായത് DLED ഉള്ളവരുണ്ടാവും, BEd ഉള്ളവരുണ്ടാവും, ഡിഗ്രി കഴിഞ്ഞു, അതായത് മുന്നേ 2019 ആ ടൈമിലൊക്കെ ഡിഗ്രി കഴിഞ്ഞവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ കാറ്റഗറി 4 എഴുതാം. അതിൻ്റെ വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് ഏതാണോ യോഗ്യത ആ യോഗ്യതയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതായത് നിങ്ങൾ DLED ആണ് കഴിഞ്ഞതെങ്കിൽ DLEDൻ്റെ സർട്ടിഫിക്കറ്റും അതിൻ്റെ മാർക്ക് ലിസ്റ്റും ഹാജരാക്കണം. BEd ആണ് കഴിഞ്ഞതെങ്കിൽ BEd അതിൻ്റെ മാർക്ക് ലിസ്റ്റ്, ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ മാർക്ക് ലിസ്റ്റ് എന്നിവ ഹാജരാക്കണം. അതെല്ലാം മറ്റ് യോഗ്യതകളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, അതായത് BA അഫ്സൽ ഉലമ അതേപോലെയുള്ള മറ്റ് കോഴ്സുകൾ ഉണ്ടാവും. അവ കഴിഞ്ഞവരാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റുമാണ് നിങ്ങൾ ഹാജരാക്കേണ്ടത്. ഒന്നിൽ കൂടുതൽ യോഗ്യതയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഏത് സർട്ടിഫിക്കറ്റ് ആണോ അപേക്ഷാ സമയത്ത് കൊടുത്തത് ആ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ വെരിഫിക്കേഷൻ കൊണ്ടുപോകേണ്ടത്. സർവീസിലുള്ള അധ്യാപകർ നിങ്ങളുടെ സ്ഥാപന മേധാവി ആരാണോ ആ സ്ഥാപന മേധാവി സൈൻ ചെയ്ത് തന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. അതായത് നിങ്ങൾ അവിടെ സ്ഥിരം ജീവനക്കാരനാണ് അല്ലെങ്കിൽ ജീവനക്കാരിയാണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ HM അല്ലെങ്കിൽ മാനേജർ സർട്ടിഫൈ ചെയ്ത് തരും. ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. സർവീസ് ബുക്ക് നിർബന്ധമായും കൊണ്ടുപോകണം. പിന്നെ മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഇതേപോലെ മറ്റെല്ലാ സർട്ടിഫിക്കറ്റുകളും പറഞ്ഞിരിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങളും ഹാജരാക്കണം. ഇത്രയും കാര്യങ്ങളാണ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കൃത്യമായിട്ട് വെരിഫിക്കേഷൻ സമയത്ത് നേരത്തെ തന്നെ എത്തുക. എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി കൂടെ നിങ്ങളുടെ കയ്യിൽ കരുതുക. ഇത്രയും കാര്യങ്ങളാണ് വെരിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാ കമന്റിനും നമ്മൾ കൃത്യമായിട്ട് തന്നെ മറുപടി കൊടുക്കാറുണ്ട്. മറ്റൊരു വിദ്യാഭ്യാസ സംബന്ധമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.